ഹലോ ഫ്രണ്ട്സ്, ഓടിവാ കേറിപ്പോര് കൂടെ പിടിച്ചോ കറണ്ട് അഫയേഴ്സ്. ഫൈൻഡിങ് മൈ വേ ആരുടെ കൃതിയാണ്? ഈ വർഷം പുറത്തിറങ്ങിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം ആരുടേതാണ്? മലാല യൂസഫ് സായിയുടേതാണ്. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം ആരുടേതാടാ? മലാല യൂസഫ് സായിയുടെ പുസ്തകമാണ് ഫൈൻഡിങ് മൈ വേ. 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന ഉച്ചകോടി കൂടി അല്ലേ, അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി. അതെവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈജിപ്തിലായിരുന്നു. എവിടെയായിരുന്നു? ഈജിപ്റ്റ്. ഉറപ്പായിട്ടും ഈ ചോദ്യം റെഡിങ്ങിലൊന്നും മാർക്ക് ചെയ്ത് വെച്ചോ, വരുന്ന പരീക്ഷകളിലെ ചോദ്യം തന്നെയാണ്. ഓക്കെ, 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടത്തി. എവിടെയാ? ഈജിപ്റ്റ്. 2025 ഒക്ടോബർ 13-നായിരുന്നു. 2025 ഒക്ടോബർ 13-ന് ഈ ഉച്ചകോടിക്ക് പ്രധാനമായും ഈജിപ്റ്റ്, അതുപോലെ തന്നെ USA ഒക്കെയാണ് നേതൃത്വം നൽകുന്നത് കേട്ടോ. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരെന്ന് ചോദിച്ചാൽ കീർത്തി വർദ്ധൻ സിംഗ് ആണ്. ആരാണ്? കീർത്തി വർദ്ധൻ സിംഗ് ആണ്. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായ കീർത്തി വർദ്ധൻ സിംഗ് ആണ്. നോട്ട് ചെയ്ത് പഠിച്ചോ. 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടത്തിയത് ഈജിപ്തിലാണ്. 2025 ഒക്ടോബർ 13 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് കീർത്തി വർദ്ധൻ സിംഗ്. ഓക്കെ, 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി. നല്ല ചോദ്യം. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദിയായിരുന്നത് കൊച്ചിയാണ്. ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ആദ്യം വെട്ടിക്കളയുന്നത് ഏതായിരിക്കും? കൊച്ചി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം എന്താണ് 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി കൊച്ചി. ആരാ ജയിച്ചത്? അർജന്റീനയാണ് കേട്ടോ ജേതാക്കൾ. അർജന്റീന ജേതാക്കളാകുന്നു. യെസ്. ആരെയാ പരാജയപ്പെടുത്തത്? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. ഒന്നുകൂടെ പറയട്ടെ. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി കൊച്ചിയായിരുന്നു വേദി. അർജന്റീന വിജയിക്കുന്നു. റണ്ണറപ്പ് ആകുന്നത് ഇംഗ്ലണ്ടാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം കർഷക ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കണക്ക് പുറത്തിറക്കിയത്. അത് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ സ്ഥാപിക്കുന്നത് ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ സ്ഥാപിക്കുന്നത് എവിടെയാണടാ? അത് ബ്രഹ്മപുത്ര നദിയിലായതാ. ബ്രഹ്മപുത്ര. ഒന്നുകൂടെ പറയട്ടെ. ഫൈൻഡിങ് മൈ വേ ആരുടെ കൃതിയാ? മലാല യൂസഫ് സായി. ഫൈൻഡിങ് മൈ വേ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, കൃതികൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് തരാമെങ്കിലും ഓരോ കൃതികളും കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? കുറിച്ചു വെക്കൂ. യെസ്. 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു അന്താരാഷ്ട്ര സമാധാന ഉടമ്പടി അല്ലെങ്കിൽ ഉച്ചകോടി നടക്കുന്നത് ഈജിപ്തിലായിരുന്നു. 2025 ഒക്ടോബർ 13 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് കീർത്തി വർദ്ധൻ സിംഗ്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി. ലോകകപ്പാണ്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി കൊച്ചി. വിജയിക്കുന്നത് അർജന്റീന. റണ്ണറപ്പ് ആകുന്നത് ഇംഗ്ലണ്ടാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ നടക്കുന്നത് എവിടെയാ? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര. കൂടുതൽ കറണ്ട് അഫയേഴ്സുകൾക്കായി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ തുടർന്ന് നമ്മുടെ എല്ലാ ദിവസവും ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഉണ്ടാകും. ബൈ.